എന്തായടാ പണി പറ്റിച്ചാ ബബ്ലു? ഹായ് ഹലോ എല്ലാവർക്കും ബബ്ലു വാൻഡേജസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷം എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ നോറയുടെ ഡെലിവറി കഴിഞ്ഞു. 5 ബേബീസാണ് ഉള്ളത്. കുട്ടികളും അമ്മയും എല്ലാം സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ 58ാമത്തെ ദിവസമാണ് കേട്ടോ അവളുടെ ഡെലിവറി ഉണ്ടായത്. ഒരു 56 ഡേയ്സൊക്കെ ആയ സമയത്ത് ഭയങ്കര മഴയും ഇടിവെട്ടുമായിരുന്നു. നോർമലി അവൾക്ക് ഭയങ്കര പേടിയാണ് ഈ ഇടിവെട്ടും മഴയും. അത് നോറയ്ക്ക് മാത്രമല്ല ബബ്ലുവിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നോറേനെ നമ്മൾ താഴത്തുനിന്ന് എല്ലാം മാറ്റി മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് നിർത്തിയിരിക്കുന്നതെന്നുള്ളത്. പക്ഷേ ടെറസല്ല കേട്ടോ, ഒരു റൂമുണ്ട് അവിടെയാണ് അവളെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവൾ എങ്ങനെയൊക്കെയോ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അവൾ താഴെ എത്തി. അങ്ങനെ അവൾ ഏട്ടൻ്റെ അടുത്ത് ഇരിക്കുവാണ് കേട്ടോ. നല്ല മിന്നലുണ്ട്, ഇടിവെട്ടുമുണ്ട്. അവൾക്കതൊക്കെ ഭയങ്കര ടെൻഷനും ഭയങ്കര പേടിയുമാണ്. ഭയങ്കര അസ്വസ്ഥതയൊക്കെ തോന്നിയുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി അന്ന് രാത്രി ഉണ്ടാകുമോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ ഒറ്റയ്ക്ക് മുകളിൽ കിടത്താനായിട്ടുള്ള പേടി കൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂമിലായിരുന്നു കേട്ടോ അവൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം രാവിലെ നമ്മുടെ ഏട്ടൻ്റെ കൂടെയുള്ള ബബ്ലുവിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ പുറത്തൊന്നും നോറ ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ആൾക്ക് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് കറങ്ങാനൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു. ജസ്റ്റ് ഒരു ഡ്രൈവൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ആൾക്ക് പിന്നെ ഫുഡൊക്കെ എടുക്കാനായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കണ്ടു. അപ്പോൾ ഞാൻ ഇതിൽ ഡെലിവറിക്ക് മുമ്പായിട്ട് ഞാൻ കുറച്ച് സിംറ്റംസ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് തുണികൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നന്നായിട്ട് അതിങ്ങനെ മാന്തും. ഇതാണ് ഞാൻ ഡെലിവറി അടുത്തു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വച്ചിട്ടുള്ള കാര്യം. അപ്പോൾ 58 ഡേയ്സ് മോർണിംഗിൽ ഈ ആക്ടിവിറ്റീസൊക്കെ അവൾ കാണിക്കാനായിട്ട് തുടങ്ങി. രാവിലെ ഒരു 10 മണി ഓൺവേർഡ്സാണ് ഇത് മീൻസ് ഈ ഒരു സിംറ്റംസ് നമ്മൾ കണ്ടു തുടങ്ങിയത്. അങ്ങനെ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. പക്ഷേ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ തൊട്ട് അവൾ പിന്നെ എന്നെ ഒട്ടും താഴത്തോട്ട് വിടാണ്ടായി. ഞാൻ എങ്ങാനും താഴത്തോട്ട് ഇറങ്ങി വന്നാൽ തന്നെ അവൾ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. അങ്ങനെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മുകളിൽ തന്നെ ഞാൻ അന്നത്തെ ദിവസം ഫുള്ളിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം ബാക്കി എല്ലാവരെയും കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഞാൻ ദൃശ്യോടാണെങ്കിലും ഏട്ടനോടാണെങ്കിലും അന്നത്തെ ഒരു ദിവസം മുകളിലോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ഏട്ടൻ എന്നോട് പറഞ്ഞു കേട്ടോ, അതിങ്ങനെ ഒരുപാട് നേരമൊന്നും ഇവിടെ ഇരിക്കേണ്ട, അത് കുഴപ്പമില്ല. പക്ഷേ ഇവൾക്ക് അത് കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഇവൾക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഇവൾക്ക് ഒരാൾ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവണം. അത് അവൾ എന്താ പറയുക, അത്രയും എന്നോടുള്ള ഒരു വിശ്വാസം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മടിയിൽ തന്നെയായിരുന്നു ആൾ ഇരുന്നിരുന്നത്. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ ഞാനത് പ്രിപ്പയർഡാണ്. എത്ര രാത്രിയായാലും ഞാൻ അവളുടെ കൂടെ ഇരിക്കും എന്നുള്ളൊരു ഇതെനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഞാനവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സിസേഴ്സ് ആണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും പിന്നെ തുണികളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചെറിയ പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏട്ടൻ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് വന്ന് ബബ്ലുമായിട്ട് വന്ന് നോക്കി കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ജസ്റ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കണ്ട, അവൾക്ക് പിന്നെ അതൊരു ഇതായിട്ട് വരും എന്ന് പറഞ്ഞ് പിന്നെ അവരെല്ലാവരും പോയി. പിന്നെ ഒരു 12:10 രാവിലെ തുടങ്ങിയ പെയിനാണ് അവൾക്ക്. 10 മണിയൊക്കെ ആയപ്പോൾ രാത്രി 12:10 അവളുടെ ഫസ്റ്റ് ബേബി വന്നു. പിന്നെ സത്യം പറയാലോ, എനിക്കിതൊന്നും ചെയ്ത ഒരു ശീലവും ഇല്ല. ഞാൻ കുറേ യൂട്യൂബ് ചാനൽസ് ഞാനിങ്ങനെ കാണുമായിരുന്നു. പിന്നെ കൂടാതെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷിബിൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ട രീതിയെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം അനുസരിച്ചിട്ട് ഞാൻ ധൈര്യപൂർവ്വം ഞാനങ്ങോട്ട് മറ്റേ അംബ്ലിക്കൽ കോഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നേ. അങ്ങനെ ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ കുറച്ച് എനിക്കൊരു ധൈര്യമായി. പിന്നെ അവൾ ഭയങ്കര ഞാൻ തൊടുന്നതിനൊന്നും അവൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. പിന്നെ ഞാനൊരു ബെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബെഡ് ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ ഞാനത് വെച്ച് ആ കുട്ടികളെ അതിൽ കിടത്താമെന്ന് ചോദിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കയറി നോറ അതിൽ കയറിയിരുന്നു. പക്ഷേ നോറയ്ക്ക് അതിന് ശേഷമുള്ള ബാക്കി വന്ന 3 കുട്ടികളെയും നോറ വളരെ നല്ല രീതിയിൽ ഒരു 10 മിനിറ്റ്സ് ഗ്യാപ്പിൽ ആ കുട്ടികൾ വന്നു കേട്ടോ. ബാക്കിയുള്ള എല്ലാ കുട്ടികളും നല്ല ഹെൽത്തിയാണ്. പിന്നെ ഒത്തിരി ചെറുതാണ് എല്ലാവരും. കാരണം ഈ 5 കുട്ടികളുള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. കുറേ വീഡിയോസൊന്നും ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ രാത്രി ഒരു 2-2:30 കൂടിയാണ് എല്ലാം കഴിഞ്ഞത്. പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ബബ്ലു ബേബീസിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബബ്ലു കണ്ടു.
ആദ്യം വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ആയിരുന്നില്ല, കാരണം സമയം 2:30 2:45 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. ഞാനിവിടെയൊക്കെ ക്ലീൻ എല്ലാം ചെയ്തതിന് ശേഷമാണ് ബബ്ലുവിനെ മുകളിലോട്ട് വിളിച്ചതും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. അപ്പോൾ നമ്മുടെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാനിന്ന് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.